വേവിച്ച കപ്പയും ടൂണ ഫിഷ് മീൻകറിയുമാണിത്. കപ്പയ്ക്ക് വേണ്ട സാധനങ്ങൾ: കപ്പ, നല്ല കപ്പ, ഫ്രഷ് കപ്പ എടുക്കുക. അതെങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അത് നിങ്ങളിങ്ങനെ ഒരുപാട് ചെറുതാക്കണ്ട, ഒരു 4 കഷ്ണമാക്കി മാറ്റി വെച്ച് അല്ല അറ്റവും 2 സൈഡ് അറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അറ്റം ഒത്തിരി പാടൊന്നുമില്ല, ഇതുപോലെ 2 സൈഡ് അറ്റം എടുത്ത് കട്ട് ചെയ്തങ്ങ് കളയുക. എന്നിട്ട് അതിന് ഓരോ കപ്പ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് കട്ടിയോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഒന്ന് പതുക്കെ ഇളക്കി അതിൻ്റെ തൊലി അങ്ങോട്ട് കളയുക. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊലി അങ്ങോട്ടങ്ങ് കളയുക ഇതുമാതിരി. അപ്പോൾ ഇതുമാതിരി കളഞ്ഞ് എന്നിട്ടിപ്പോൾ കാണാം, നിങ്ങൾ നോക്കിയോ, ഇത് വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കത്തി ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതെടുത്ത ഒരു ബേസിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്ക്. അതിനകത്ത് ആ വെള്ളത്തിലോട്ട് അങ്ങ് ഇടുക. ഇതുപോലെ ഇളക്കുക, ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് ഓരോന്നും തൊലി കളഞ്ഞ് അതിനകത്തോട്ട് ഇടുക. അങ്ങനെ ഓരോന്നും നിങ്ങൾ അങ്ങനെ വൃത്തിയാക്കി എടുക്കുക. പതുക്കെ വൃത്തിയാക്കി എടുത്താൽ പരിസരവും പ്രശ്നങ്ങളൊന്നും കേടാവില്ല. എന്നിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഒന്ന് കപ്പേനെ ഒന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിന് മണ്ണൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഒന്ന് വാഷ് ചെയ്യുക. അതിനെ ഇങ്ങനെ ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്യാതെ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കുക. ഒന്ന് ഹാഫ് കട്ട് ചെയ്ത് ഇളക്കുക. അതിൽ ചെറുതും വലുതും പീസുകളൊക്കെ ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഹാഫ് കട്ട് ചെയ്യുക, ഒന്ന് പൊക്കി കൊടുക്കുക. ഒന്ന് ഹാഫ് കട്ട് ചെയ്യുക, പൊക്കി കൊടുക്കുക. ഹാഫ് കട്ട് ചെയ്യുക, പൊക്കി, അങ്ങനെ കട്ട് ചെയ്ത് എല്ലാ കപ്പകളും കട്ട് ചെയ്തെടുക്കുക. അതിനെ നല്ല പോലെ നിങ്ങൾ ഇനി വൃത്തിയാക്കുക. അതിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് വൃത്തിയാക്കി അതിൻ്റെ കട്ടൊക്കെ അങ്ങ് പോകും. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ട് അത് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. നല്ല വൃത്തിയായിട്ടൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു വലിയ ബേസിനോ അല്ലെങ്കിൽ ഒരു കലത്തിലോ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിലോ നിങ്ങൾ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച്, നല്ല വെള്ളം എന്ന് വെച്ചാൽ നോർമൽ വെള്ളം, തിളപ്പിച്ച് ഊറ്റാനാണ്. വെള്ളം ഒഴിച്ച് നല്ലോണം പൊങ്ങി കിടക്കണം. വെള്ളം പൊങ്ങി കപ്പ ഇട്ടിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പിടണ്ട. ഉപ്പിട്ടാൽ വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് തിളച്ച് അതിൻ്റെ കട്ട് കളയാനാണ്. അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കണ മുമ്പ് എടുക്കണ്ട. അത് ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിക്കും ഇപ്പം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ നോക്കിയാൽ നല്ലോണം തിളച്ചു. ഇനി ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതങ്ങ് ഊറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്ത് ആ പ്രഷർ കുക്കറിലോട്ട് അങ്ങ് ഇടുക. കാരണം എനിക്കതാ ഈസി ഊറ്റിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പം നിങ്ങൾക്ക് എന്താ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. ഞാൻ സ്ട്രെയിനർ ഒഴിച്ച് അങ്ങോട്ട് ഊറ്റി അപ്പുറത്തോട്ട് ഇട്ടു. നിങ്ങൾ അവിടെ വാഷ് ബേസിൽ കൊണ്ടുപോയിട്ട് അത് ഊറ്റിക്കളയണമെങ്കിൽ ഊറ്റിക്കളയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യൂ, ആ സൗകര്യം പോലെ. അപ്പോൾ അത് എടുത്തു, അതിനകത്തോട്ടിട്ടു. ഇനി നോക്കിയാൽ കാണാം ആ കപ്പയുടെ കട്ടെല്ലാം അങ്ങ് പോയി. ഈ കട്ട് കളയാൻ വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കപ്പകൾക്ക് ഭയങ്കര വയറുവേദനയൊക്കെ വരും, പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് കട്ട് കളയുക. കട്ട് കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തു. അപ്പം ഇപ്പോൾ കട്ട് കളഞ്ഞ കപ്പ അതിനകത്ത് നല്ലോണം മഞ്ഞളുണ്ട്. ഇനി ഞാൻ കുറച്ച് നല്ല വെള്ളം, ഞങ്ങളിവിടെ കുക്കിംഗ് വാട്ടർ, മിനറൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് മിനറൽ വാട്ടർ, കുക്കിംഗ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലത്ത് പോലെ നിങ്ങൾ ഏത് വെള്ളമായി കുക്കിംഗ് വാട്ടർ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം വെള്ളം ഒഴിക്കുക. ഒരു 2 കപ്പ് വെള്ളം, 2-3 കപ്പ് വെള്ളം ഒഴിച്ചേക്ക്. നികന്ന് നിൽക്കേണ്ട, കുറച്ച് ഹാഫ് മതി വെള്ളം. ഇച്ചിരി ഉപ്പിടുക. ഉപ്പ് 1 സ്പൂൺ ഉപ്പ് ഇടുക. ആദ്യം 1 സ്പൂൺ ഇട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ പിന്നെ ഇടാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1, 2, 3 വിസിലടിക്കുക. കപ്പ വേവിച്ചതിന് നല്ലോണം വേവണം കപ്പ, അത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഒരുപാട് പഴക്കമുള്ള കപ്പയാണെങ്കിൽ നല്ലോണം വിസിലടിക്കേണ്ടി വരും. പുതു കപ്പയാണെങ്കിൽ പെട്ടെന്ന് വേവും. ഇനി കപ്പ വേവിച്ചതിന് കുറച്ച് തേങ്ങായും അരമുറി തേങ്ങായും, പിന്നെ ഞാനിവിടെ ഇപ്പോൾ 1 കിലോ കപ്പയുണ്ട്, അപ്പോൾ അതിന് അരമുറി തേങ്ങായും ഒരു 3-4-5 വെളുത്തുള്ളിയും ഒരു അര ഒനിയൻസും ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, ഇന്ത്യയിൽ ഇവിടെ ചെറിയ ഉള്ളിയില്ല, സവാള, ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക്, പിന്നെ 1 സ്പൂൺ നിറയെ ജീരകം, നല്ല ജീരകം 1 സ്പൂൺ അങ്ങ് ഇടുക.
സ്പൂൺ അതിനകത്തോട്ട് ഇടുക, നല്ല ജീരകം ഇടുക. അപ്പം ഈ ജീരകം ഇട്ടിട്ട് ഞാൻ മിക്സി ഇട്ടൊന്ന് കറക്കിയാൽ മതി. അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കറക്കിയെടുക്കുക. ഇതിപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ കറക്കുന്നതുകൊണ്ട് നിങ്ങളൊന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കറക്കിക്കോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കാരണം വെള്ളം ഒഴിച്ചാലേ അരിയത്തുള്ളൂ. ഒന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ എടുക്കുക. അത് ഓക്കെ ആയി. ഒന്ന് ചതഞ്ഞെല്ലാം ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ കപ്പയ്ക്കകത്തോട്ട് ഇടുക. കപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ട് കപ്പയ്ക്കകത്ത് വെള്ളം ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശകലം വെള്ളം ആ അരച്ച പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് കറക്കി അതിനകത്തോട്ട് ഒന്ന് ഇട്ട് വയ്ക്കുക. ഞാൻ നോക്കി, ഞാനൊരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് അതിനകത്ത്. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ശകലം വെള്ളം ഒന്ന് അരച്ച് കലക്കി അതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇടണ്ട. കാരണം കപ്പ വേവിച്ചാൽ എപ്പോഴും ഒത്തിരി സ്പൈസ് അല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് മീൻകറിയും ഇറച്ചിക്കറിയുടെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്പൈസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനധികം സ്പൈസ് ഇടണ്ട. ഇത് ഞാൻ കുക്ക് ചെയ്യുക. ഒറ്റ വിസിൽ മതി, ഒത്തിരി വേണ്ട. കാരണം ഓൾറെഡി കുക്ക്ഡാണ്. ഈ വിസിൽ പോകാൻ വേണ്ടിയിരിക്കേണ്ട. ഒന്ന് പ്രഷർ കുക്കർ കളഞ്ഞിട്ട് എടുക്കുക. അതെടുത്ത് തുറന്ന് നോക്കാം. ഒരു കപ്പ എടുത്തൊന്ന് ഞെക്കി നോക്കൂ, വെന്തോന്ന്. ഞെങ്ങുവാണെങ്കിൽ അത് വെന്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ 1-2 വിസിലൂടെ അടിച്ചോ. ഇനി ഞാനൊരു ചട്ടിയിലാണ് അത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനോ, നിങ്ങൾക്ക് കടായിയോ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഏതിൻ്റെയെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ പോട്ടിലാണ് ചെയ്യുന്നത്, ചട്ടിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ സബ്സ്റ്റൻസിനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റ്. അതിലോട്ട് ഇച്ചിരി കടുക് ഇടുക, 1 സ്പൂൺ കടുക്. ഏത് ഓയിലും വേണം യൂസ് ചെയ്യാം. നിങ്ങളുടെ ഡയറ്റ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പം അതിനകത്ത് വറ്റൽമുളക് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്പൈസ് വേണമെങ്കിൽ കൂടുതൽ വറ്റൽമുളക് ഇടുക. പിന്നെ അതുപോലെ കരിയാപ്പില, ഇച്ചിരി കൂടുതൽ കരിയാപ്പില എടുത്തോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയാപ്പില അത് തണ്ടോടുകൂടി അങ്ങ് ഇട്ടോ. കഴുകി തണ്ടോടുകൂടി അങ്ങനെ അങ്ങ് ഇടുക. എന്നിട്ട് കടുക് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. നല്ലോണം കടുക് പൊട്ടിയിട്ട് അതൊന്ന് ഓഫ് ചെയ്യുക. അടുപ്പിക്കണ്ട, അതുകൊണ്ട് കരിഞ്ഞും പോകണ്ട. ഓഫ് ചെയ്തിട്ട് ഈ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് അങ്ങോട്ട് തട്ടുക. അതിനകത്തോട്ട് ആ പാത്രത്തിലോട്ട് അങ്ങ് ഇടുക. പാത്രത്തിലോട്ടിട്ടിട്ട് മോസ്റ്റ്ലി അതിനകത്ത് വെള്ളം നമ്മളിനി ഇടണ്ട. ഇതിനകത്ത് വെള്ളമുണ്ട്, നല്ലോണം വെള്ളമുണ്ട്. അതുകൊണ്ട് ഇനി വെള്ളം ഇടണ്ട. അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ വെള്ളത്തിനെ വറ്റിച്ച് ഉടച്ച് കുഴച്ചെടുക്കുകയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഓൺ ചെയ്തു. ഇനി നോക്കിക്കോ, ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇതിനെ നല്ലോണം വറ്റിച്ച് ഉടച്ച് എടുക്കണം. അപ്പോൾ ഇനി ഞാനൊരു മാഷർ എടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വുഡിൻ്റെ മാഷർ ഉണ്ടല്ലോ പണ്ട് കാലത്തെ, അതെടുത്താലും മതി. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തവി എടുക്കുക. അതിനെ എടുത്ത് വെച്ചിട്ട് കട്ടയായ കഷ്ണങ്ങളെല്ലാം നല്ലോണം ഉടയ്ക്കുക. നല്ല വെന്ത കപ്പയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇല്ല അധികം വേവാത്ത കപ്പയൊക്കെയാണെങ്കിൽ ഇച്ചിരി പ്രയാസം എടുക്കും. ഒരു നല്ല മാഷ് ചെയ്യുക കേട്ടോ. വേവാത്ത കപ്പയാണെങ്കിൽ നല്ലോണം അങ്ങ് മാഷ് ചെയ്യുക. അധികം നല്ല വൃത്തിയെ മാഷ് ചെയ്താൽ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ നല്ലോണം അങ്ങ് മാഷ് ചെയ്യുക. അതിനകത്തിട്ടങ്ങ് മാഷ്. ഇതുപോലെ മാഷർ നിങ്ങൾക്ക് ആമസോണിലോ സ്വിഗ്ഗിയിലോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ മറ്റേത് വാങ്ങിക്കുക, നിങ്ങളുടെ സൗകര്യം വരും. അപ്പോൾ ലാസ്റ്റിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നോക്കിയേച്ച് വേണം ചേർക്കാൻ. എന്നിട്ട് അതിനെ കുഴച്ച് നല്ലോണം ഇതുപോലെ ഒരു കുഴ മാതിരി വരണം. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. മറ്റുള്ള ഓയിൽ ഒഴിക്കണം എന്നുള്ളവർക്ക് അതും ഒഴിക്കാം. ചൂടോടെ ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിക്കുമ്പോൾ അത് ചൂടായിക്കോളും. ഇച്ചിരി ഒഴിക്കുക. എന്നിട്ടത് ആയി. ഇതാണ് നമ്മുടെ കപ്പ, വേവിച്ച കപ്പ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കുന്നത്, നോർമലി ഇത് എങ്ങനെ വേണേലും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ ടൂണ ഫിഷാണ്. ഞാൻ ഇച്ചിരി കപ്പ പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഞാൻ എന്താ പറയുന്നത് വൈറ്റ് ചൂര മീൻകറി ഉണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലോണം വേവിച്ച് ഇന്നലെ ഉണ്ടാക്കി വെച്ചു. ചൂരയ്ക്ക് നല്ല കഷ്ണമുള്ള മീനുകളൊക്കെ നമ്മൾ 2 ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചാലും നല്ല കഴിക്കാൻ നല്ല പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് 2 കഷ്ണം മീനും
നല്ല മീൻകറിയൊക്കെ ഇട്ട് ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ പോവാം. നിങ്ങൾ നോക്കിയോ, എൻ്റെ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ താമസിയാതെ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ അയച്ചു തരാം. ഇതുപോലെ ചാറോടുകൂടിയുള്ള മീൻകറിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ സുഖം. നീ കഴിക്കൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.